മറ്റവരുടെ മുമ്പിൽ തല ഉയർത്താൻ പോലും പറ്റാത്ത രീതിയിൽ തലകൊമ്പിട്ട് ഒട്ടപ്പക്ഷിയെ പോലെ നടക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ ആക്ഷേപങ്ങൾ അകപ്പെട്ടുകൊണ്ട് മനസ്സിടിഞ്ഞവനാണ് നീയെങ്കിൽ നിന്നിൽ ദൈവപദത്തിലെ ഇപ്പോഴും നിന്റെ ദൈവം പ്രകാശിക്കുന്നു. നിന്നിൽ കർത്താവ് നീ യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്തെ വീണ്ടെടുക്കവളും നീ യേശുക്രിസ്തു വിശുദ്ധമായ രക്തത്തെ വീണ്ടെടുത്തവനുമാണെങ്കിൽ നിന്നെ ആരും തളർത്താനോ ഒരു കാര്യവും നിന്നെ തളർത്താനോ തകർക്കാനോ പറ്റത്തില്ല. കാര്യം നിന്നെ ഏറ്റെടുത്തിരിക്കുന്നത് ഐ അപ്ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്റെ വചനമാണത്. ലുക്കായുടെ ഐസയായിന്റെ 41:10 വചനമാണ്. ഞാൻ എൻ്റെ വിജയകരമായ വലത്ത് കരത്താൽ ഞാൻ നിന്നെ താങ്ങി നിർത്തുമെന്ന് പറഞ്ഞ കർത്താവിന്റെ വാഗ്ദാന പ്രകാരം തോൽക്കാത്ത നീ തോറ്റവനെ പോലെ തോന്നിട്ടുണ്ടെങ്കിൽ നിന്നെ കർത്താവ് വിജയിച്ച കർത്താവ്, മരണത്തിനെ പോലും വിജയിച്ച കർത്താവ്, അവൻ അണിപ്രതാർന്ന അജയ്യമായ കരങ്ങൾ നിന്നെ താങ്ങിയെടുക്കുന്ന പ്രഭാതത്തിൽ നീ ഉണർന്നു വരികയാണ്. നീ ഈ നിമിഷം അതിന് പങ്കെടുക്കുകയാണ്. കർത്താവ് നിന്നെ സഹായിക്കട്ടെ, കർത്താവിനെ താങ്ങി നിർത്തട്ടെ. ഇന്ന് എവിടെയെല്ലാം നിനക്ക് തകർച്ച വന്നിട്ടുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയെല്ലാം നീ തളർച്ച വന്നിട്ടുണ്ട്, എവിടെയെല്ലാം നീ മുറിഞ്ഞോ, എവിടെയെല്ലാം നിനക്ക് ചതവ് സംഭവിച്ചോ, എവിടെയെല്ലാം നീ മനസ്സ് ഇടിഞ്ഞു പോയോ, അവിടെയെല്ലാം പരിശുദ്ധാത്മ നിറയട്ടെ. അവിടെയെല്ലാം യേശുവിന്റെ നിശ്വാസത്താൽ ഊതിക്കൊണ്ട് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മ നൽകി അതേ കർത്താവ് ഈ പ്രഭാതത്തിൽ നിന്റെ നേരിൽ ഊതട്ടെ. അവിടുത്തെ ആത്മാവിൽ നീ അഭിഷേകം പ്രാപിക്കട്ടെ. എന്റെ കർത്താവ് വിരുദ്ധമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവസത്യ ദൈവത്തിലെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നീ എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം അനുഗ്രഹമായി മാറട്ടെ.